കടിച്ചു കീറി ചോര കുടിക്കുന്നതാണ് എന്റെ ശീലം. മിണ്ടിപ്പോരുത്. നാത്തൂൻ പോര് നന്നായിട്ട് അറിയാം അല്ലേ? അതെന്താ നാത്തൂൻ പോരോ? ഓ, ഒന്നും അറിയില്ലല്ലേ? സ്വന്തം സഹോദരന്റെ ഗർഭിണിയായ ഭാര്യയെ കൊണ്ട് കൊടും വെയിലത്തെ കല്ലിൽ തുണി നനപ്പിക്കുക, അവളെ പട്ടിണിക്കിട്ട് അവള് നോക്കിയിരിക്കുമ്പോ തന്നെ കൊതിപ്പിച്ചുകൊണ്ട് ആഹാരം കഴിക്കുക, അവൾക്കെതിരെ ഏഷണികൾ പറഞ്ഞുണ്ടാക്കുക, അവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുക. ഇതിനൊക്കെയാ നാട്ടിൽ പരക്കെ നാത്തൂൻ പോരെന്ന് പറയുന്നത്. അയ്യോ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ നിങ്ങക്ക് പറ്റുമോ? മുഖത്ത് നോക്കാതെ പറയാം മാഡം. അനുവാദം തരാതെ വാ തുറന്ന കുനിച്ചേർത്തി മുട്ടുകളിയേറ്റ് ഞാൻ അടിനാപ്പി കലക്കി കളയും. മാഡം, ഈ അഹങ്കാരിയെ കൊണ്ടുപോയി ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തട്ടെ? ഗ്രാൻഡഡ്. താങ്ക് യു മാഡം. എന്നെ ഒന്നും ചെയ്യില്ല, ഞാനൊരു നടക്കണേ അങ്ങോട്ട്. മാഡം അവരെ വെറുതെ വിട്ടൂടെ? വല്ലാത്ത ചൂട്. കുടിക്കാൻ വല്ല ജ്യൂസോ ഷാർജ ഷേക്കോ കിട്ടുമല്ലോ, ഞാൻ ഇപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? അല്ല, നാത്തൂൻ പോര്. അതിന്റെ അവസാന ഘട്ടത്തിലല്ലേ അവളെ പുകച്ചു പുറത്ത് ചാടിക്കാൻ നിങ്ങൾ ഈ അവതാരത്തെ ഇവിടെ കെട്ടിയിറക്കിയത്? ഈ നിൽക്കുന്ന മഹാലക്ഷ്മി എന്ന ലച്ചുനെ. നിനക്ക് അന്യന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ ഓടണമെന്ന് നിർബന്ധം അല്ലേ? ഓടി തളരുമ്പോ നിനക്ക് തട്ടുകടയിൽ നിന്ന് തന്നെ ചായ കുടിക്കണം അല്ലേ? ചായ കുടിക്കുമ്പോ തന്നെ നിനക്ക് സെൽഫി എടുക്കണം അല്ലേ? ആ സെൽഫി അയാളുടെ ഭാര്യക്ക് തന്നെ അയച്ചു കൊടുക്കാൻ വേണം അല്ലേ?